ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളെ ചാനൽ 1K വ്യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഗ്രാജുലേഷൻ അറിയിച്ചതാണ് നാം ആദ്യം കണ്ടത്. ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ് കേട്ടോ. ലാമിക്കുട്ടീനെ കൊണ്ട് ലാമിക്കുട്ടിക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സർപ്രൈസ് ആക്കാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ലാമിക്കുട്ടിക്ക് സൈക്കിൾ പോലുള്ള എന്തെങ്കിലും ഒന്ന് ലാമിക്കുട്ടീൻ്റെ ഇക്കാക്കാൻ്റെ നിർബന്ധം കൊണ്ടാണ് നമ്മളത് ജാം ജൂമിൽ വന്നതാണ്. ജാം ജൂമിൽ വന്ന ആദ്യം ഇവരെ രണ്ടാളെയും പരിപാടി ഇതാണ്. ഇക്കാക്ക ഒരു ട്രോളി എടുക്കും, എന്നിട്ട് ലാമിക്കുട്ടീനെ അതിൻ്റെ മേലെ കയറ്റിയിരുത്തു. അതൊക്കെയാണ് ഇവരെ പരിപാടി. അങ്ങനെ ചർച്ച ചെയ്യാണ് ഏത് ഭാഗത്താണ് വണ്ടി ഉള്ളത്, എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊക്കെ. അങ്ങനെ അവിടെ കുറച്ച് സമയം ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ മേലെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ടോയ്സ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയതാട്ടോ. അങ്ങനെ ജാം ജൂമിൻ്റെ ലിഫ്റ്റ് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഈ ലിഫ്റ്റ് കയറുന്നത്. ഒരൊറ്റ സ്റ്റെപ്പ് കയറാനേ ഉള്ളൂ. പക്ഷേ പട്ടി ഷോ കാണിക്കാൻ പറ്റില്ലല്ലോ ലിഫ്റ്റ് പോയിട്ടില്ലെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തി നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര വില. ജാം ജൂമുകാരെ കുറ്റം പറയാൻ പറ്റില്ല, അവിടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് വിലയും. പക്ഷേ നമ്മളെ ബഡ്ജറ്റിന് താങ്ങാത്തതുകൊണ്ട് നമ്മളത് തിരിച്ചു പോരുകയാണ്. തിരിച്ച് വന്ന് വീണ്ടും പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ തന്നെ കയറി താഴേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി താഴെ വന്ന് ഏതായാലും ജാം ജൂമിൽ വന്നതല്ലേ, വെറും കൈയോടെ എങ്ങനെയാണ് പോകുകയെന്ന് ഓർത്ത് ലേശം പച്ചക്കറി മാത്രം വാങ്ങി, പച്ചക്കറി ലേശം ഫ്രൂട്ട്സും മാത്രം വാങ്ങി നമ്മളവിടെ ബില്ലടിക്കുക കേട്ടോ. ഇങ്ങനെ ജാം ജൂമിൽ നമ്മൾ ഇറങ്ങി വേറൊരു ഷോപ്പിലേക്ക് ടോയ്സ് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഗോഡൗണിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. വെയിൽ പ്രശ്നമായതുകൊണ്ട്, വെയിലുണ്ട് സാധനങ്ങൾ നശിച്ചു പോകുന്നതിന് ഗോഡൗണിലാണ് വെച്ചതെന്ന് പറഞ്ഞു. നമ്മൾ ഗോഡൗണിൽ വന്ന് ലാമിക്കുട്ടി വന്ന പാടെ തന്നെ ഒരു ടോയിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. കാക്കയാണെങ്കിൽ വേറെ ഒന്നുമില്ല, വന്നപ്പം മുതൽ ഒന്ന് കയറി പിടിച്ചിട്ട് കാക്കാക്ക് ഇഷ്ടപ്പെട്ടത് കാക്ക പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറിയൂല, നല്ലതാണ്, വലിയതാണ് എന്നൊക്കെ. അതിനെ തന്നെ പിടിച്ച് പിടിക്കുക, ചെന്നപ്പോൾ മുതൽ അതെന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ അപ്പോൾ ലാമി വേറൊന്ന് ട്രയൽ റൺ ഓടിക്കുകയാണ്. ഇങ്ങനെ എന്തായാലും നമ്മൾ അവിടുന്ന് ടോയ്സും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി ഏതായാലും ഫൈനലി നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കണ്ടേ, ഒന്നും എടുക്കാതെ പോരാൻ പറ്റില്ലല്ലോ. ലാമിയാണെങ്കിൽ കുറേ ആയിട്ട് ഇങ്ങനെ വണ്ടിക്ക് എല്ലാ കുട്ടികളുടെയും കയ്യിൽ വണ്ടി കാണുമ്പോൾ ലാമിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. വണ്ടി കാണുമ്പോൾ വണ്ടിക്ക് കരയും. അങ്ങനെ വണ്ടി ഫൈനലൈസ് ചെയ്തു. ഇക്കാക്കാൻ്റെ ഇഷ്ടത്തിന് വണ്ടി എടുത്ത്, കാരണം ഇക്കാക്കയാണല്ലോ ലാമീനെ വണ്ടിയിലിരുത്തി ഓടിക്കുന്ന ആൾ. ഇക്കാക്കാൻ്റെ ഇഷ്ടത്തിന് വണ്ടി എടുത്ത് വണ്ടീൻ്റെ ഫൈനലായിട്ടുള്ള ചെക്കിങ്ങും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇക്കാക്കാക്കും ലാമിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഞാനത്ര ഹാപ്പിയൊന്നുമല്ല, കാരണം ബഡ്ജറ്റ് കുറച്ച് പ്രയാസമാണ്. പിന്നെ നമ്മളെ പ്രയാസം നോക്കാതെ ഞാൻ വണ്ടി അങ്ങ് എടുത്തു കൊടുത്ത്. ഇതുവരെ ലാമിക്ക് ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്കും കാണൂല്ലേ ആഗ്രഹങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളെ പ്രയാസം മാറ്റി വെച്ച് ലാമിക്കുട്ടിൻ്റെ ഇക്കാക്കാൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വണ്ടി വാങ്ങിക്കൊടുത്ത്. അങ്ങനെ വണ്ടിയൊക്കെ വാങ്ങി എവിടെ പോയാലും ഇക്കാക്കയാണ് എന്താക്കുക, ലാമീനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കട്ടോ.
നമ്മളിപ്പോൾ KSF-യിൽ വന്നതാണേ. KSF-യിൽ വന്നു. അത് മാഡത്തിൻ്റെ കസേര ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. മാഡത്തിനെ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം കേട്ടോ. ഭയങ്കര ഒരു മനസ്സിനൊരു പ്രയാസമാണ് മാഡമില്ലാത്ത KSF-യിലേക്ക് പോകുമ്പോൾ. അങ്ങനെ മാഡത്തിനെ കാണാത്ത സങ്കടത്തിൽ നമ്മൾ KSF-യിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. നമ്മൾ രാവിലെ പോകുന്നതല്ലേ വീട്ടിൽ നിന്ന്, കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കൂടി ഇങ്ങനെ വന്ന് നമ്മൾ ചട്ടിയും ചോറും റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ടേ. ഇത് നമ്മളെ ഫേവറേറ്റ് സ്ഥലം കേട്ടോ. രാമിക്കുട്ടി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്, കൈയൊക്കെ കഴുകി വന്നിരിക്കുകയാണ്. രാമിക്കുട്ടീൻ്റെ കാര്യം ഭയങ്കര വിറ്റാണ്. രാമിക്കുട്ടി ഭക്ഷണമൊന്നും കഴിക്കുകയില്ല. രാമിക്കുട്ടിക്ക് പനി കുറവുണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നതാണ്. അതിൻ്റെ ഇടയിൽ രാമിക്കുട്ടീൻ്റെ ഒരു കുൽസിത പരിപാടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും ലാമിക്കുട്ടീൻ്റെ ഈ വക പരിപാടിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം വന്ന് വെട്ടി വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇക്കാക്കൈ താത്തയൊക്കെ. നമ്മൾ നൂഡിൽസും ബിരിയാണിയാണ് കേട്ടോ ലാമിക്കുട്ടീൻ്റെ പരിപാടിയാണ്. ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റിലേക്ക് കൊടുത്തത്. കഴിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ഇതിങ്ങനെ അങ്ങനെ ഏതായാലും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയുന്നതാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്നതിന് നമ്മൾ വണ്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുക കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് പോണ സ്ഥലങ്ങളാണിത്. വയനാട് പൊതുവെ അടിപൊളിയാണല്ലോ. അത് പ്രത്യേകിച്ച് ആരുടെടുത്തും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് ലാമിക്കുട്ടി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് ട്രയലൊക്കെ നോക്കി ഇക്കാക്ക ഹെൽപ്പിനൊക്കെ ഓടിക്കാനൊക്കെ കൂടി കൊടുത്ത് ലാമിക്കുട്ടിനെ വണ്ടിയിൽ വെച്ചിരുത്തി ഇത് ഓടിച്ച് അങ്ങനെ നമ്മളെ ലാമിക്കുട്ടീൻ്റെ വണ്ടി വാങ്ങിക്കൊണ്ടുവന്ന വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാവരും കാണുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരൊക്കെ ലാമിക്കുട്ടിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്താൽ മാത്രമേ ലാമിക്കുട്ടീൻ്റെ വീഡിയോ എല്ലാവരുടെ ഇടയിലേക്ക് എത്തുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ഏകദേശം ഒരു 10 ദിവസമായിട്ടേ ഉള്ളൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 ദിവസമായിട്ടില്ല, അതിൻ്റെ താഴെ ആയിട്ടേ ഉള്ളൂ. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലൊരു റിസൾട്ട് നമുക്ക് ഈ ചാനലിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. റീച്ചാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് ലാമിക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ.